ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ഷിഗല്ല രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ഷിഗല്ല രോഗികളുടെ എണ്ണവും തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിൽ ഡെങ്കിപ്പനി രോഗബാധയും പിടിമുറുക്കുന്നു. ഈ മാസം ഇതുവരെ 2112 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതിൽ 6 പേർ മരിച്ചുവെന്നും ആരോഗ്യവകുപ്പ് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, 2000-ലേറെ രോഗികളുള്ളപ്പോൾ അതിൽ 6 മരണങ്ങളുണ്ട്. എങ്ങനെയാണ് കണക്കുകൾ? ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അത് കാര്യക്ഷമം എന്നുള്ളത് നമുക്ക് ഈ ഒരു കണക്കുകളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഷിഗല്ല രോഗികളുടെ എണ്ണം ഒരിടവേളയ്ക്ക് ശേഷം വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഡെങ്കിപ്പനി രോഗികളുടെ എണ്ണവും ഗണ്യമായി കൂടുകയാണ്. പ്രതിരോധ സംവിധാനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ പാളിയതാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം രോഗികളുടെ എണ്ണം കൂടാൻ കാരണമായത് എന്നുള്ളതാണ് നമുക്ക് ഈ ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ 2 ഷിഗല്ല രോഗികൾ, 3 ഷിഗല്ല രോഗികളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ടായിരുന്നു, പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മാത്രം സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത് 7 പേർക്ക് ഷിഗല്ല രോഗമാണ്. അതിൽ കാസർഗോഡ് ജില്ലയിൽ 5 പേർക്കും ഒപ്പം തന്നെ വയനാട് ജില്ലയിൽ 2 പേർക്കുമാണ്. അതിൽ കൂടുതലും വിദ്യാർത്ഥികൾക്കിടയിൽ രോഗവ്യാപനം ഉണ്ടാകുന്നു. അത് തടയാൻ കഴിയുന്നില്ല, അതിന്റെ ഉറവിടം കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ് ആശങ്ക ഒരു ഭാഗത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഷിഗല്ല ഭീതി സംസ്ഥാനത്ത് ഒഴിഞ്ഞിട്ടില്ല എന്ന് വേണം ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇനിയും ഊർജിതമാക്കേണ്ടതായിട്ടുണ്ട്. ടാസ്ക് ഫോഴ്സിന്റെയൊക്കെ പരിശോധനകളും വലിയ രീതിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് ഗണ്യമായി കുറഞ്ഞത് ഈ പ്രതിരോധ സംവിധാനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് ഡെങ്കിപ്പനിയുടെ കാര്യത്തിലാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഡെങ്കിപ്പനി രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 2112 പേർക്കാണ് ഈ വർഷം ഇതുവരെ മാത്രം രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 6 മരണങ്ങൾ ഡെങ്കിപ്പനി മൂലം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇന്നലെയും സമാനമായി തന്നെ 120-ലധികം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ ഇന്നലെ 2 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് കണക്കുകൾ പറയുന്നത്. അങ്ങനെ ആശങ്കയുണ്ടാക്കുന്ന രീതിയിൽ ഷിഗല്ല കൂടാതെ തന്നെ ഡെങ്കിപ്പനി രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ മറ്റ് പനി ബാധിതരുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്. അത് തന്നെയാണ് ശാലിനി. അതായത് ഈ രാഖി, ഈ സർക്കാർ മാറിയിട്ടും ആരോഗ്യവകുപ്പിന്റെ നടപടികളിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ഡെങ്കിപ്പനി ആയാലും ഷിഗല്ല ആയാലും ഇതൊക്കെ ആദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓക്കെ, നമുക്ക് സർക്കാരിന് കുറ്റമൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇതിന്റെ വ്യാപനം തടയാൻ അതിനെന്തെങ്കിലും നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചേ മതിയാകൂ. പക്ഷേ അവിടെ ചില പാളിച്ചകൾ ഇപ്പോഴും സംഭവിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അതിന് ഇടയ്ക്കിടെ ഇവർ യോഗങ്ങൾ ചേരുന്നുണ്ട്. പക്ഷെ ആ യോഗ തീരുമാനങ്ങൾ എത്രത്തോളം നടപ്പിലാകുന്നു എന്നുള്ളതാണ് ചോദ്യം. അതായത് വലിയൊരു ആശങ്കയായി ഈ രോഗവ്യാപനം മാറുമ്പോൾ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട് അല്ലേ?